ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് പ്രത്യേകിച്ചും യൂട്യൂബിലും മെയിൻ സ്ട്രീം മീഡിയകളിലെല്ലാം തന്നെ നോക്കിയാൽ ആക്ടർ മോഹൻലാലും അതുപോലെ തന്നെ ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബറായ അജു അലക്സ് ഇവർ തമ്മിലുള്ള പ്രശ്നമാണ്. ആക്ച്വലി എന്താണ് ഇവർക്കിടയിലുള്ള പ്രശ്നം? ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിന് മുമ്പ് ഹായ് എസ്കേ പ്ലാറ്റ്ഫോം, ദിസ് ഇസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. അപ്പം നമ്മുടെ എസ്കേ പ്ലാറ്റ്ഫോം നിങ്ങൾ അംഗമല്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിലെ അൽഗോരിതത്തിന് സാധിക്കുകയുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരണം. പിന്നെ നിങ്ങളുടെ കമന്റുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം തന്നെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ്, സോഷ്യൽ ചേഞ്ച്, ബെറ്റർമെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സഹകരണം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ മഴ പെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ കേരളത്തിലൊട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ വയനാട്ടിൽ കൂടുതൽ മഴ പെയ്യുകയും അവിടെ ഉരുൾപൊട്ടൽ സംഭവിക്കുകയും ആ ഉരുൾപൊട്ടലിൽ ഏകദേശം 400ഓളം വരുന്ന ആൾക്കാർ മരണപ്പെടുകയും 100ഓളം ആൾക്കാർ ഇപ്പോഴും കണ്ടെത്താൻ കഴിയാതെ വരികയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ അവിടെ പലതരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുതൽ മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് വരെയാണ് അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയത്. ഇതിന്റെ ഭാഗമായിട്ട് മിലിറ്ററിയിൽ ലെഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കുന്ന ആക്ടർ മോഹൻലാൽ വയനാട് സന്ദർശിക്കുകയും ചെയ്തു. ഈ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് പലതരത്തിൽ സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും അതിനെ വിമർശിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിൽ പ്രത്യേകിച്ചും ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബ് ആ ചാനലിന്റെ ഉടമയായ അജു അലക്സ് എന്നറിയപ്പെടുന്ന വ്യക്തി, അദ്ദേഹം മോഹൻലാലിനെ കുറിച്ച് കൂടുതൽ ശക്തമായിട്ട് തന്നെ വിമർശനം ചെയ്തിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആക്ടർമാരുടെ ടീം, അമ്മ എന്ന സംഘടന, അവര് മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സംസാരിക്കുന്നുണ്ടെന്നും കൂടുതൽ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ള ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി കൊടുക്കുകയും ചെകുത്താൻ എന്നറിയപ്പെടുന്ന യൂട്യൂബറെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആക്ച്വലി ഇപ്പോൾ യൂട്യൂബിലും അതുപോലെ തന്നെ മറ്റ് മീഡിയകളിലും തന്നെ പലതരത്തിലുള്ള വാർത്തകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യൂട്യൂബ്, മെയിൻ സ്ട്രീം മീഡിയ, മറ്റ് സോഷ്യൽ മീഡിയകളെല്ലാം തന്നെ ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മോഹൻലാൽ ചെയ്തത് ശരിയാണെന്നും ചെകുത്താൻ ചെയ്തത് തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെകുത്താനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ചെകുത്താൻ പറയുന്നതിൽ കാര്യമുണ്ടെന്നും മോഹൻലാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് മോഹൻലാലിനെ വിമർശിക്കുന്നവരും ചെകുത്താനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. എന്ത് തന്നെ ആയാലും ഇപ്പോൾ മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അത് അവരുടെ ശരികളാണ് പറയുന്നത്. അപ്പോൾ ചെകുത്താനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അത് അവരുടെ ശരികളാണ്. പക്ഷെ ഈ രണ്ടു പേരെയും മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടിട്ട് ഞാൻ പറയുന്നത് ചിലപ്പോൾ അത് എൻ്റെ ശരികളായിരിക്കും. അപ്പൊ ഇത് ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ പറയുന്നത് അത് നിങ്ങളുടെ ശരിയാണ്. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ അകത്താണ്. അപ്പൊ നമുക്കൊരു നിയമവ്യവസ്ഥയുണ്ട്, പ്രത്യേകിച്ചും നമുക്കൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളും നിയമങ്ങളും റെഗുലേഷൻസും കാര്യങ്ങളും മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ ശരികള് ഈ നിയമത്തിന്റെ മുമ്പിൽ ശരിയാണോ എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ നിയമം അനുശാസിക്കുന്ന ശരികൾ മാത്രമേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് തന്നെ നിയമമാണ് ഒരാളെ ആക്ച്വലി കുറ്റവാളിയാണെന്നോ കുറ്റവാളി അല്ല എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. സോ അതിന് കോടതിയുണ്ട്. കോടതി വിൽ ഡിസൈഡ് ഹൂ ഈസ് റൈറ്റ് ആൻഡ് റോങ്. സോ നമ്മൾ ഒരിക്കലും ഒരാളെ കുറ്റപ്പെടുത്തരുത്, അതിനുള്ള അവകാശമൊന്നും നമുക്കുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ കുറെ ആൾക്കാർ പരസ്പരം മീൻസ് മോഹൻലാലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ ചെകുത്താനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം അവർ തന്നെ കുറ്റവാളി ആക്കുകയാണ്. അതാണ് ആക്ച്വലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്രീഡമാണ് നമുക്ക് ഭരണഘടന അനുശാസിക്കുന്നത്. അതിലൊന്നാണ്, പ്രധാനപ്പെട്ട ഒന്നാണ് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. വ്യക്തി സ്വാതന്ത്ര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു വ്യക്തിയാണ്, മീൻസ് 18 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ചില സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കാത്ത രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്
ആ സ്വാതന്ത്ര്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാം, അതുപോലെ മറ്റുള്ള ആ വ്യക്തിയുടെ അഭിപ്രായം മറ്റുള്ള വ്യക്തിയും പങ്കുവയ്ക്കാം. ഇതിൽ നമ്മൾ പരസ്പരം വ്യക്തിഹത്യ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല, നമ്മുടെ നിയമത്തിന്റെ മുമ്പിൽ നമ്മുടെ അഭിപ്രായം ശരിയാണോ എന്ന് പരിശോധിച്ചിട്ടാണ് അവിടെ ശരിയും തെറ്റും നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിനിപ്പോൾ സ്വന്തം കുടുംബത്തിലായാലും ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലാണെങ്കിൽ പോലും അവിടെ അവർക്ക് അവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. കുഞ്ഞുങ്ങളായാലും കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. ലവേഴ്സ് ആയാലും ലവേഴ്സിൻ്റെ ഇടയ്ക്കും അവർക്ക് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇതിന് ആണായാലും പെണ്ണായാലും അങ്ങനെയാണ്. സോ നമുക്ക് ഒരിക്കലും ഒരാളുടെ മേലിൽ ഡോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം നമുക്കില്ല, റൈറ്റ്സ് ഇല്ല എന്നുള്ളതാണ്. അതിന് ഇങ്ങനെയുള്ള ബന്ധമായാലും അല്ലാത്ത ബന്ധമായാലും ഇപ്പൊ നമ്മൾ അറിയാത്ത ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, അവരുമായിട്ടുള്ള ബന്ധത്തിലായാൽ പോലും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്താനുള്ള റൈറ്റ്സ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം വന്നിട്ട് ഇപ്പോൾ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വ്യക്തിഹത്യ ചെയ്യാതിരിക്കുക. മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് തെറ്റല്ല. നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് ആരോഗ്യകരമായിട്ടുള്ള അഭിപ്രായം ആയിരിക്കണം എന്നതാണ് വളരെ പ്രധാനം. എന്നാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. കുറച്ച് മെച്ചപ്പെട്ട രീതിയിൽ അതിനുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. പക്ഷെ അത്തരത്തിലല്ല കമന്റുകളും കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ എന്നെ പോലെ സംസാരിക്കുന്ന വേറെ യൂട്യൂബേഴ്സിന്റെ ഇതിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ കമന്റ് ബോക്സിന്റെ താഴെ നോക്കിക്കഴിഞ്ഞാൽ കമന്റ് ബോക്സിലെല്ലാം വരുന്ന വാക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വായിക്കാൻ കൊള്ളാത്തതൊക്കെ ആയിരിക്കും. അപ്പം ഞാനൊക്കെ മനസ്സിലാക്കുന്നത് അത് അവരുടെ സംസ്കാരം വെളിപ്പെടുത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ പൊതുവെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കമന്റ് ചെയ്യാറില്ല പൊതുവെ. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ മരണപ്പെട്ട കാര്യം നമുക്ക് ഏവർക്കും അറിയാം. അപ്പൊ ആ കുട്ടി ഒരു ഫോട്ടോയോ വീഡിയോ എന്തോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ താഴെ വന്ന കമന്റുകളിലാണ് ആ കുട്ടി മരണപ്പെടാൻ കാരണം എന്നാണ് പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയ ബുള്ളിങ് എന്നൊക്കെ പറയും. അപ്പൊ അത്തരത്തില് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പം എല്ലാ ആൾക്കാരും എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്ന കപ്പാസിറ്റിയിലുള്ള ആൾക്കാരല്ല. അപ്പോ ആ കുട്ടിക്ക് അത്തരത്തിൽ പറഞ്ഞപ്പോൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും സംഭവിക്കുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അത് ആ കുട്ടി മാത്രമല്ല, വേറെയും പല സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെയാണ് ആക്ച്വലി നടപടികളൊക്കെ സ്വീകരിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഇഷ്യൂവിനെതിരെ ഉള്ള ഒരു കൺട്രോൾ തീർച്ചയായിട്ടും ഈ സോഷ്യൽ മീഡിയയിലെല്ലാം വരേണ്ടതുണ്ട്. അത് പ്രധാനമാണ്. സോ അതുകൊണ്ട് ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ രാജ്യത്തിന്റെ നിയമം കൃത്യമായിട്ട് അറിയണം, പഠിക്കണം, ഫോളോ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് വേറൊരു പ്രശ്നം കൂടി സോഷ്യൽ മീഡിയയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ചില ഉദ്യോഗസ്ഥർ പൈസക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വേറെ തരത്തിലുള്ള ബഹുമാനം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, സാധാരണക്കാരെ കണ്ടു കഴിഞ്ഞാൽ വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അത് ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അത്തരത്തിലുള്ള ആൾക്കാരുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് വെച്ചുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും അങ്ങനെയൊന്നല്ല. ഇതില് അധിക ഉദ്യോഗസ്ഥരും കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. അതിൽ ചില ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇങ്ങനെ ഇത്തരത്തില് റൂൾസ് ആൻഡ് റെഗുലേഷൻ ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാർ. കാരണം എനിക്കും എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഞാൻ സർക്കാർ വകുപ്പിൽ ഏകദേശം 5 വർഷത്തോളം ഡെയിലി വേജ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഞാനും കൃത്യമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരോട് എനിക്ക് എപ്പോഴും റെസ്പെക്ട് ഉണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ ബ്രേക്ക് ചെയ്യാനായിട്ട് ചില ഉദ്യോഗസ്ഥർ ഉണ്ട് ഡിപ്പാർട്ട്മെന്റുകളിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഈ ഭരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും രാജാവിന്റെ ഭരണകാലത്ത് ജീവിക്കുന്ന പോലെയാണ് അവർ കാണുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിന്റെ ഭരണമൊക്കെ കഴിഞ്ഞിട്ട് കുറെ വർഷങ്ങളായി. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ജനാധിപത്യമാണ്. ജനാധിപത്യമായതുകൊണ്ട് തന്നെ ഇവിടെ ഭരണഘടന അനുസൃതമായിട്ടുള്ള രീതിയിലാണ് സ്ഥാപനങ്ങളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത്. അതായത് ഭരണഘടനാ സ്ഥാപനമാണ് ഈ സർക്കാർ സ്ഥാപനം എന്ന് പറയുന്നത്. അവിടെ ഭരണമല്ല വേണ്ടത്,
സേവനമാണ്. സേവനം എന്നത് ഇപ്പം നിങ്ങൾ ഏത് പൊസിഷനിലായാലും, അതിന് ചെറിയ പൊസിഷൻ ആയാലും വലിയ പൊസിഷൻ ആയാലും അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദർ ഈസ് നോ ഹയർ ഒഫീഷ്യൽ, ലോവർ ഒഫീഷ്യൽ. അവിടെ ഉള്ളത് ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ ഏത് ഉദ്യോഗസ്ഥനും പറഞ്ഞാലും പരസ്പരം അത് കേൾക്കുക എന്നുള്ളതാണ് ബഹുമാനം എന്ന് പറയുന്നത്. മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയും. ഹയർ ഒഫീഷ്യൽ പറഞ്ഞാലും ലോവർ ഒഫീഷ്യൽ അവർ കേൾക്കണം. ചെറിയ ഓഫീസർമാർ പറഞ്ഞാലും വലിയ ഓഫീസർമാർ കേൾക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഓഫീസേഴ്സ്. പിന്നെ ഏത് ഓഫീസർമാരായാലും ഇപ്പോൾ അവരെല്ലാവരും തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന ആൾക്കാരാണ്, പ്രത്യേകിച്ചും ജനപ്രതിനിധികളടക്കം എന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല ഈ സർക്കാർ വകുപ്പുകളിലുള്ള ആൾക്കാർ ഇനി ഏത് തരത്തിൽപ്പെട്ട ജനങ്ങളായാലും, ഇനി പൈസക്കാരായാലും പാവപ്പെട്ടവരായാലും ഉദ്യോഗസ്ഥരായാലും കോമൺ മാൻ ആയാലും ആര് തന്നെ ആയാലും അവരെ ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതാണ് രാജ്യത്തിന്റെ നിയമം എന്ന് പറയുന്നത്. സോ ഇന്ത്യയിലെ പൗരൻ എന്ന നിലയ്ക്ക് ഓരോ വ്യക്തിയും രാജ്യത്തിന്റെ നിയമം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, ഫോളോ ചെയ്യുക. ഈവൻ അത് ഉദ്യോഗസ്ഥനായാലും ജനപ്രതിനിധിയായാലും ജനങ്ങളായാൽ പോലും. അപ്പോൾ ഈ വീഡിയോ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.